ഡിസേബിലിറ്റി ഉള്ള ആളുകളുടെ കൂടെ പാർട്ട്ണറായിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ പുറമേ നിൽക്കുന്ന സമൂഹം പറയും ഇവർ തമ്മിലുള്ള ആ ഒരു സെക്സ് എങ്ങനെയായിരിക്കും, ഈ പെൺകുട്ടി ഇയാളുടെ പൈസ കണ്ട് ചിലപ്പോൾ നിൽക്കുന്നതായിരിക്കും എന്നൊക്കെ അതിനൊരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര അടിപൊളിയായിരിക്കും, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമല്ല വേണ്ടത് എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം ഇവർ. ആക്ച്വലി രണ്ടുപേരും ഒന്നായി തീർന്നതിന് പുള്ളി ഫിസിക്കൽ സെക്സ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാണുന്ന ആളുകൾക്കാണിത് തോന്നുന്നത്. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവരിൽ കാണാണ്. ഇവർ തമ്മിൽ ഒന്നിക്കുന്നതിൻ്റെ കാരണം ഫസ്റ്റ് സ്നേഹമാണ്, പിന്നെ ഇമോഷണൽ കണക്ഷനാണ്, പിന്നെ ഒരു ടച്ച് ഇനഫാണ്. നല്ല വേർഡ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കിട്ടുമ്പോൾ തന്നെ ഈ സെക്ഷൽ ഫീലിംഗ് അവരിലേക്ക് വരുന്നു. പിന്നെ പെനിട്രേഷൻ സെക്സ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്ക് ചിലർക്ക് ചിലപ്പോൾ അവർ ഫിസിക്കൽ ഓർഗൻ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ട് അറിയില്ല. അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് ഇപ്പോൾ പെനിട്രേഷനൊന്നും വേണമെന്നൊന്നുമില്ല. അവർക്ക് സെക്ഷലി അവരൊരു ഓർഗാസത്തിലേക്ക് എത്താൻ അല്ലാതെ തന്നെ ബോഡി ടച്ച്, അല്ലെങ്കിൽ അവരുടെ സെക്ഷൽ ഓർഗനിലുള്ള ടച്ച്, അല്ലെങ്കിൽ ഒരു ഹഗ്, ഇത് മോർ ദാൻ ഇനഫാണ് അവരിലേക്ക് എത്താനായിട്ട്. പുറത്തുനിന്ന് കാണുന്നവർ, ഈ പറഞ്ഞ കമൻറ്റുകളൊക്കെ ഇടുന്നവർ സെക്ഷൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവരാണ് ഇത് കൂടുതൽ. അത് മറ്റുള്ളവർ എവിടെയെങ്കിലും കാണുന്ന സമയത്ത് അവർ ഫ്രസ്ട്രേഷനാണ് അവർ പുറത്തേക്ക് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. അവരെ എപ്പോഴും അവരുടെ ഉള്ളിലുള്ള ലൈഫുമായിട്ട് മുൻവിധികളാണ് അവരുടെ ഉള്ളിലുള്ളത്.